പറഞ്ഞ നിന്നെ ഞങ്ങള് വെറുതെ വിടാ, നിന്നെ ഞങ്ങള് ജീവനോടെ വിടാ. അള്ളാഹുവിന്റെ പ്രവാചകനെ ചീത്ത പറയുമ്പോ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു ജീവൻ വേണ്ട. അവസാന ഹുബൈബ് തങ്ങളെ കൊല്ലാൻ തീരുമാനിച്ചു. ശത്രുക്കൾ ചോദിച്ചു, ഹുബൈബേ, നിന്റെ ജീവിതത്തിൽ അവസാനത്തെ അഭിലാഷം എന്താ? നീ ഞങ്ങളുടെ കൂട്ടുകാരനാണല്ലോ, നിന്റെ മോഹം എന്താണെന്ന് പറ ഹുബൈബേ. ഹുബൈബ് തങ്ങൾ ചോദിച്ചു, എന്റെ ആഗ്രഹം നിങ്ങൾ സാധിപ്പിച്ചു തരുമോ? നീ എന്തു പറഞ്ഞാലും ഞങ്ങൾ സമ്മതിച്ചു തരും. അവര് വിചാരിച്ചു ജീവനോടെ തിരിച്ചു വിടണമെന്ന് പറയുമെന്ന്. എങ്കിൽ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് എന്തെന്നറിയോ? എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ നിങ്ങൾ സമയം തരുമോ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അവസാനത്തെ അഭിലാഷം 2 റക്അത്ത് നിസ്കരിക്കണമെന്നായിരുന്നു. അവിടെ സമ്മതം കൊടുത്തു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ഓടിച്ചെന്ന് വുളുവെടുത്തു. 2 റക്അത്ത് നിസ്കരിക്കുകയാ. ചെറിയ സൂറത്തുകൾ ഓതിയിട്ട് പെട്ടെന്നങ്ങ് നിസ്കാരം കഴിഞ്ഞു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു സുജൂദിലേക്ക് വീണു. എന്നിട്ട് അല്ലാഹുവോട് പറഞ്ഞു, അല്ലാ, പെട്ടെന്ന് നിസ്കരിച്ചത് റബ്ബേ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല അല്ലാ, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അല്ലാ. എപ്പ നിസ്കരിച്ചാലും വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് ഞാൻ നിസ്കരിക്കാറ്. ഇന്നാദ്യമായിട്ടാ ചെറുതോതിയത്. പടച്ചവനെ, പെട്ടെന്ന് നിസ്കാരം നിർത്താറുള്ള കാരണം എന്തെന്നറിയോ? എന്റെ നിസ്കാരം എങ്ങാനും നീണ്ടുപോയാൽ ഇവന്മാര് പറയും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്. എനിക്ക് മരിക്കാൻ പേടിയുള്ളത് കൊണ്ടാണ് ഹുബൈബ് നിസ്കാരം നീട്ടിയതെന്ന് ഇവര് കളിയാക്കുന്നല്ലോ. ഞാൻ എന്തിനാ പേടിക്കുന്നത്? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സുജൂദിൽ നിന്ന് എഴുന്നേറ്റു. കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറി ഹുബൈബ് തങ്ങളുടെ കഴുത്തിൽ കയറിട്ടു. കൈകാലുകൾ കെട്ടി. ഹുബൈബ് തങ്ങളുടെ മുഖം മറച്ചില്ല. ഹുബൈബിന്റെ മുഖം അവർക്ക് കാണണമായിരുന്നു. ഹുബൈബ് തങ്ങളുടെ കൈകാലുകളെ കെട്ടിയിട്ട് കഴുത്തിൽ കയറിട്ടിട്ട് മുറുക്കുമ്പോ അവര് ചോദിച്ചു, ഹുബൈബേ, പറയടാ, ഇനിയെങ്കിലും പറ, നീ മതം മാറുവോ? ഹുബൈബ് തങ്ങൾ പറഞ്ഞു, എന്നെ കൊന്നാലും ഞാൻ മതം മാറൂല. പടച്ചവനെ, കുന്തമെടുത്തു കൊണ്ടുവന്നു. ഹുബൈബ് തങ്ങളുടെ നെഞ്ചിലും വയറ്റിലും ഇങ്ങനെ കുത്തിയിട്ട് പച്ചയിറച്ചി ഇങ്ങനെ വലിച്ചെടുക്കുകയാ. ഹുബൈബ് തങ്ങളുടെ ശരീരത്തിൽ കമ്പ് കുത്തിയിറക്കി, കുന്തം കുത്തിയിറക്കി, ഇറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുമ്പോ